പ്രയർ ആരാ ചൊല്ലുന്നതെന്ന് വെച്ചാൽ ചൊല്ലു കേട്ടോ. ഓക്കെ. സർവം നയിക്കുന്ന സച്ചിദാനന്ദനെ സർവൈകനാഥനെ കൈതൊഴുന്നേ. സർവം നയിക്കുന്ന സച്ചിദാനന്ദനെ സർവൈകനാഥനെ കൈതൊഴുന്നേ. കൂടെ വസിക്കണേ താങ്ങായെന്നും നയിക്കണമെന്നെ നിന്ദീപ്തിയാൽ. കൂടെ വസിക്കണേ താങ്ങായെന്നും നയിക്കണമെന്നെ നിന്ദീപ്തിയാൽ. സർവം നയിക്കുന്ന സച്ചിദാനന്ദനെ സർവൈകനാഥനെ കൈതൊഴുന്നേ. ജീവിത പാതയിൽ താമസകറ്റാൻ വിദ്യാളങ്ങൾ തെളിക്കണേ. ജീവിത പാതയിൽ താമസകറ്റാൻ വിദ്യതന്നാളങ്ങൾ തെളിക്കണേ. നന്മതൻ മാർഗേ ചരിച്ചിടുവാൻ ശക്തി നൽകണമേ ഞങ്ങൾക്കെന്നും. നന്മതൻ മാർഗേ ചരിച്ചിടുവാൻ ശക്തി നൽകണമേ ഞങ്ങൾക്കെന്നും. സർവം നയിക്കുന്ന സച്ചിദാനന്ദനെ സർവൈകനാഥനെ കൈതൊഴുന്നേ. Okay, good morning, all of you. Good morning, Good morning, ma'am. Good morning. Good morning, ma'am. മാം Ah, സൈൻ ഇൻ ഉണ്ട്. sign in ചെയ്തോളൂ. Okay, ma'am. Good morning, ma'am, and good morning, my dear friends. Today is Friday, 25th July 2025, and it is International Red Shoe Day. This day is to remember people who suffered from hidden or invisible illness. It reminds us to be kind and helpful even when we don't see someone's pain. Let us start our day with a good heart and a smile. Thank you. Okay, thought of the day. Okay, ma'am. Speak 5 lines to yourself every morning. I am the best. I can do it. Good is always with me. I am a winner. Today is my day. That's taught by APJ Abdul Kalam. Thank you, ma'am. Okay, very good. Okay, ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അറ്റൻഡൻസ് രജിസ്റ്റർ, അതെല്ലാവരും സബ്മിറ്റ് ചെയ്തായിരുന്നോ? മാം ഞാനത് വാട്സപ്പിൽ അയച്ചു, എനിക്ക് അല്ലാതെ കിട്ടുന്നില്ലായിരുന്നു, അയക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അതിന് ഇതുവരെ റിപ്ലൈ ഒന്നും വന്നില്ല. വന്നിട്ടില്ല. ഞാൻ സബ്മിറ്റ് ചെയ്തില്ല, ഞാൻ ഇന്ന് സബ്മിറ്റ് ചെയ്യാവേ മിസ്സേ. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്, ചിലപ്പോ ഞാനായിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ മിസ്സുമാരായിരിക്കാം ചിലപ്പോ എടുക്കുന്നത്. 5ാമത്തെ ചാപ്റ്റർ ആണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അത് കമ്മ്യൂണിക്കേഷന് ശേഷമുള്ള ഒരു ചാപ്റ്റർ. അതിനകത്ത് പ്രധാനമായിട്ടും ജോബ് ആപ്ലിക്കേഷൻ, ലീവ് ആപ്ലിക്കേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനാണ് എടുക്കുന്നതെങ്കിലും വേറൊരു ടീച്ചറാണ് എടുക്കുന്നതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ജോബ് ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യണം. അതിനകത്ത് നിങ്ങളുടെ ബയോഡേറ്റ കൂടി അറ്റാച്ച് ചെയ്തിട്ട് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഞാനല്ല എടുക്കുന്നതെങ്കിൽ പോലും വേറെ ടീച്ചറാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കാര്യം ആ ടീച്ചറോട് പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. ചിലപ്പോ ഞാൻ തന്നെ ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ചാൻസ് ഇനി പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ ചാപ്റ്റേഴ്സ് തീരുന്നതിനനുസരിച്ചല്ലേ നോക്കുന്നത്. ഓക്കെ, അപ്പോ ജോബ് ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ ബയോഡേറ്റ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഞാൻ ഇപ്പോഴാ കേറിയത്, കേട്ടില്ലായിരുന്നു.
അതായത് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൽ ജോബ് ആപ്ലിക്കേഷൻ, ലീവ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇപ്പൊ നിങ്ങളൊരു എന്താണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്കൂളിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുവാണ്, ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുവാണ്. അത് പ്രിപ്പയർ ചെയ്യുക. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ അതിന്റെ ഫോർമാറ്റ് ഉണ്ട്. അതിന്റെ കൂടെ നിങ്ങളുടെ ബയോഡേറ്റ കൂടി അറ്റാച്ച് ചെയ്യാം. നമുക്കറിയാലോ, നമ്മൾ എല്ലാ സ്ഥലത്തും ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ബയോഡേറ്റ അറ്റാച്ച് ചെയ്യാറുണ്ട് അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുന്നേ? നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ മുമ്പ്. യെസ് മാം. ഓക്കെ, അപ്പൊ അത് നിങ്ങളെ ഒന്ന് തനിയെ ഒന്ന് ചെയ്യിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അസൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് അസൈൻമെന്റ് ബുക്കിലാണോ മാം ചെയ്യേണ്ടത്? അസൈൻമെന്റ് ബുക്ക് ഓക്കെ, അസൈൻമെന്റ് ബുക്കിൽ ചെയ്താൽ മതിയോ? കുഴപ്പമില്ല. ഓക്കെ മാം. മാം ബയോഡേറ്റ നമ്മൾ തന്നെ എഴുതി തയ്യാറാക്കണ്ടല്ലേ? അതെ അതെ, ബയോഡേറ്റ നിങ്ങളുടെ ബയോഡേറ്റ നിങ്ങൾ തന്നെ എഴുതി തയ്യാറാക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇനി ചാപ്റ്റേഴ്സിലേക്ക് പോവാം അല്ലെ? മാം ഏത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോന്ന് ചോദിച്ചത്? അറ്റൻഡൻസ് രജിസ്റ്റർ. ഓക്കെ മാം, ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഞാൻ എന്താ ആക്ടിവിറ്റിയാണ് തന്നിരുന്നേ? ആക്ടിവിറ്റി മാം അത് എന്തുവാ റൈറ്റിംഗ് റീഡിങ്ങിനെ കുറിച്ചൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, എല്ലാവരും എഴുതിയോ? അത് ഇംഗ്ലീഷിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നണം അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കാം, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ജിർഷ വർഗീസ് പ്രസന്റ് ചെയ്തോളൂ. ഓക്കെ മാം, പറയട്ടെ? പറഞ്ഞോളൂ. I prefer writing and reading because they help me learn new things and improve my language. They make me more creative. They help me express my thoughts and feelings. They are fun and useful in school and in life. That is why I like reading and writing. കഴിഞ്ഞു? Yes, ma'am. ഓക്കെ ഓക്കെ. Then ഇനി ആരാണ് പറയുന്നേ? രേഷ്മ. The form of communication I like the most is speaking and listening because it is the most commonly used method. Even when we communicate through other means, speaking is still used at least to a small extent. Even if we use chart, flashcard, or projector, we cannot effectively present the information to students without the briefly explaining it. After talking about a topic, if we show visuals or read them out, it helps in better understanding. But without briefing, it might be a bit confusing. That's why personally I prefer the speaking and listening method of communication. Okay. Then, Nera. രണ്ടുപേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ? റിൻഡ വർഗീസ് എഴുതിയായിരുന്നോ? മാം, ടീച്ചിങ് പ്രാക്ടീസിന് പോണോണ്ട് കാര്യം വിട്ടുപോയി, കേറിയിട്ടില്ല. ഓക്കെ ഓക്കെ. റഷീദ, ഐശ്വര്യ, ആരും എഴുതിയിട്ടില്ല? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഇനി എടുക്കേണ്ടത് അല്ലെ? ഇതല്ലേ ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടത്? യെസ് മാം. ഓക്കെ, അപ്പോ ആദ്യത്തെ നോക്കാം. ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഒരാളൊന്ന് റീഡ് ചെയ്തേ. ലെക്ചർ ബേസ്ഡ് രേഷ്മ ഒന്ന് റീഡ് ചെയ്യൂ. ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ.
Yes, ma'am. Teacher-based communication. When the teacher introduces the lesson, when they explain or demonstrates a skill, when he talks or lecture about a theme, what he sums up a lesson. Here, the teacher is always forceful. It is a one-way communication. The learner's role is to listen, receive, receive and assimilate. There is no communication among the students themselves. ഓക്കെ, എന്താ മനസ്സിലായത്? ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ ടീച്ചറിന് മാത്രമാണ് ഡോമിനന്റ് ചെയ്യുന്ന റോൾ ഉള്ളത്. കുട്ടികള് കേൾവിക്കാർ മാത്രമായിരിക്കും. അങ്ങനെ ടീച്ചർ ഫോഴ്സ്ഫുള്ളി അത് പറഞ്ഞു കൊടുക്കുക മാത്രം ചെയ്യുമ്പോൾ അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ലേണറിന്റെ റോൾ എന്ന് പറയുന്നത് ഓൺലി ലിസണിങ് മാത്രമാണ്. അവിടെ ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നില്ല. അത്ര മനസ്സിലായത്. അതായത് നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള ടീച്ചിങ് സ്റ്റൈലാണിത്. ഏത് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല്, അതായത് ഒരു ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ വരുന്നു അല്ലെ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ വരുന്നു. അവരൊരു ബുക്കുമായിട്ടായിരിക്കും വരുന്നത്. അവരെന്ത് ചെയ്യുന്നു? ഒരു ലെസനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുക്കുക, ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക. നിങ്ങൾ ഓക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പൊ സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എന്താ പറയാ കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിരിക്കട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം എടുക്കുക. ആ വിഷയത്തിൽ നിന്ന് ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അതായത് ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കുട്ടികൾക്ക് ആദ്യമേ തന്നെ കൊടുക്കുന്നു. അതുപോലെ തന്നെ അവരത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നീട് അത് അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനുള്ളിലെ തീമിനെ കുറിച്ച് അവര് സംസാരിക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ, ആ ലെസൺ അവർ ക്ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സമ്മപ്പ് ചെയ്യുന്നു, അവസാനിപ്പിക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാല് ഓവറോൾ ടോക്കിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ ഓവറോൾ സ്പീക്ക് ചെയ്യുന്നത് ആരാണ്? ആരാ ചെയ്യുന്നത്? ആ ക്ലാസ്സിലെ ടീച്ചർ മാത്രമാണ് അല്ലെ? ഒരു ലെസണിനെ കുറിച്ച് വേറെ ഒന്നും ആരും അവിടെ സംസാരിക്കുന്നതായിട്ട് അതിനകത്ത് പറയുന്നില്ല. ടീച്ചർ മാത്രം ഒരു ടോപ്പിക് എടുക്കുന്നു, ആ ടോപ്പിക്കിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ദെൻ അതിന്റെ തീം എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ദെൻ അത് സമ്മപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഫോഴ്സ്ഫുൾ ആണ്. ടീച്ചർ അവിടെ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ എടുത്ത് തീർക്കാനായിട്ട് നിർബന്ധിതയാണ്. ഓക്കെ, ഇപ്പോ ചില കേസിലൊക്കെ ഇപ്പോ ടൈം ഒക്കെ കഴിയാറാവുന്ന സമയത്തൊക്കെ ആണെങ്കിൽ, കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ടൈം ഡ്യൂറേഷൻ ഒക്കെ കഴിയാറാവുന്ന സമയത്താണെങ്കിൽ ടീച്ചർക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ അത് എടുത്തു തീർക്കാനായിട്ട് ടീച്ചർ ഫോഴ്സ്ഫുൾ ആയിരിക്കും അല്ലെ? അപ്പൊ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഫോഴ്സ് ഉണ്ടാകും, അത് എടുത്തു തീർക്കണം എത്രയും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ അവിടെ ടീച്ചർ വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവിടെ കുട്ടികളെ കൊണ്ട് അധികം സംസാരിപ്പിക്കുന്നില്ല, കാരണം ആ ടൈം ലിമിറ്റിനുള്ളിൽ അത് എടുത്തു തീർത്തിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ടീച്ചർ അവിടെ ഫോഴ്സ്ഫുൾ ആണെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ടീച്ചർ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, കേൾവിക്കാരായിരിക്കുന്നവര് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ സംസാരിക്കുന്നില്ല. ലേണേഴ്സിന്റെ റോൾ എന്താണ്? കേൾക്കുക മാത്രമാണ്. ഇപ്പൊ അവരുടെ മുമ്പിൽ, ടീച്ചറുടെ മുമ്പിൽ ഒരു കൂട്ടം സ്റ്റുഡൻസ് ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടീച്ചറെ കേൾക്കുക എന്നത് മാത്രമാണ്. അപ്പോ അവിടെ ഒരു കമ്മ്യൂണിക്കേഷനും നടക്കുന്നില്ല. സ്റ്റുഡൻസിന്റെ ഇടയിലോ അല്ലെങ്കിൽ സ്റ്റുഡന്റും ടീച്ചറും തമ്മിലോ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല. ട്രഡീഷണൽ രീതിയിലുള്ള ഒരു തരം എന്താ പറയാ ലേണിംഗ് മെത്തേഡാണത്. മുമ്പൊക്കെ നമുക്കറിയാം, ഈ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോയാണ് കുട്ടികൾ പഠിക്കുക. കണ്ടിട്ടില്ലേ നിങ്ങള്? ഈ ഒരു എന്താ പറയാ പുരാണ സീരിയലൊക്കെ ഉണ്ടല്ലോ, എന്താ പറയാ അതിന്? ഗുരുകുല സമ്പ്രദായം. ഗുരുകുല സമ്പ്രദായം അല്ലെ? അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് പറ്റും. ആ ഗുരു പറയുന്നത് എന്ത് കാര്യമാണോ അത് അതേപോലെ തന്നെ അനുസരിക്കുകയാണ് സ്റ്റുഡൻസിന്റെ ഡ്യൂട്ടി. എന്തെങ്കിലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഠിനമായ ശിക്ഷയും കാര്യങ്ങളൊക്കെ, പണിഷ്മെന്റുകൾ കിട്ടും. ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? ചില ഗുരുക്കന്മാരുണ്ട് കേട്ടോ, ചില ഗുരുക്കന്മാരുണ്ട്, അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും, അവർക്ക് ചെവി കൊടുക്കാറുണ്ട്. പക്ഷെ പണ്ടത്തെ ഭൂരിഭാഗം കേസുകളിലും, അല്ലെങ്കിൽ ഭൂരിഭാഗം ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇത്തരത്തില് ആ പറയുന്ന ആള്, അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കുന്ന പറയുന്ന ആള് അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, പിന്നെ നമ്മുടെ തിലകന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, സ്ഫടികം എന്ന് പറയുന്ന സിനിമ, ലാലേട്ടന്റെ സിനിമയാണ് അല്ലെ? അതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈല് കാണാനായിട്ട് സാധിക്കും. അവിടെ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൊടുക്കുന്നത്?
ആ മാഷ് എന്ത് ശിക്ഷയാ കൊടുക്കുന്നത്? അടിക്കുന്നില്ലേ പിള്ളേരെ? മിണ്ടാനുള്ള അവകാശം ഉണ്ടോ? അയാൾ പറയുന്ന കാര്യങ്ങള് അങ്ങനെ തന്നെ കുട്ടികൾ കേൾക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു രീതി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? മാം മാം നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ ഈ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് കാണുന്ന പിള്ളേര് ഏകദേശം ആ ബേസ് കമ്മ്യൂണിക്കേഷൻ അല്ലേ ചെയ്യുന്നത്? ആ അതെ അതെ, അങ്ങനെയാ ചെയ്യുന്നത്. അത് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഒരാളൊന്ന് റീഡ് ചെയ്യൂ കേട്ടോ. ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ വായിക്കാം മാം. ആ ഓക്കെ. Discuss based communication. When the teacher asks questions and students give answers. When the students comment questions or raise their doubts and the teacher responds. Here, the teacher is not always dominant. It is a two-way communication. There is no more student involvement and student participation. Still, there is no communication among the students themselves. എന്താ മനസ്സിലായത്? അതായത് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം അതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ടീച്ചർ കുട്ടികളോട് ചോദ്യം ചോദിക്കുകയും കുട്ടികൾ അതിനുള്ള ഉത്തരം നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനിൽ കുട്ടികൾ അവരുടെ ഡൗട്ട് ടീച്ചേഴ്സിനോട് ചോദിക്കുകയും ടീച്ചേഴ്സ് അത് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ പുറമേ നിന്നുള്ള കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് അതിലില്ല. അങ്ങനല്ലേ മിസ്സേ? പുറമേ നിന്ന് ഓക്കെ, വായിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അത്രേ എനിക്ക് മനസ്സിലായുള്ളൂ മിസ്സേ. മനസ്സിലായുള്ളൂ അല്ലെ? ഓക്കെ. ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോ? അതെ, തോന്നിയല്ലേ? ആ, അതായത് ടീച്ചർ ഇതിനകത്ത്, അതായത് നിങ്ങളെ കൊണ്ട് ഞാൻ ചിലപ്പോ ചിലർക്ക് ഇഷ്ടമായിന്ന് വരില്ല. ഈ ടീച്ചർ എന്താണ് എപ്പോഴും പേര് വിളിച്ച് ഇങ്ങനെ എടുത്തു പറയുന്നത്, എന്തിനാണ് ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത്, എന്തിനാണ് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നൊക്കെ ചിലർക്കെങ്കിലും ചിലപ്പോ തോന്നാം. പക്ഷെ ഈ ഒരു രീതി എന്ന് പറഞ്ഞാല് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഈ കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മള് ടീച്ചർ മാത്രമല്ല ഇവിടെ, എന്താ പറയുക, ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല, ഫെസിലിറ്റേറ്റർ ആണ്, നിങ്ങൾ ഗൈഡ് ചെയ്യുന്ന ഒരാളാണ്. ഇതിനകത്ത് കൂടുതൽ പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെയാണ് വേണ്ടതെന്ന് കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ, അതായത് നിങ്ങളെ മാക്സിമം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾ തന്നെയാണ്. ഇവിടെ ഈ ഒരു എന്താ പറയാ ടീച്ചിങ് രീതി എന്ന് പറയുന്നത് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ ചില ക്വസ്റ്റ്യൻസ് ടീച്ചർ ചോദിക്കുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ടീച്ചർ പറയാനായിട്ട് പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ആൻസർ പറയണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, അതൊന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഞാനിപ്പോ അഖിലയോട് പറയുവാണ്, ഇത് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോളെ എന്ന് പറഞ്ഞാല് അഖില അതിന് ആൻസർ പറയുവാണെങ്കിൽ അതൊരു ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ക്ലാസ് റൂമിലാവുമ്പോൾ ടീച്ചർ വന്ന് ചോദ്യം ചോദിക്കുന്നു, കുട്ടികൾ അതിന് ആൻസർ പറയുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, എന്നിട്ട് അവരുടെ ഡൗട്ട് ചോദിക്കാം. ടീച്ചർ അതിന് വേണ്ടിയിട്ട് റിപ്ലൈ കൊടുക്കും. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞാല് സംശയ നിവാരണം ഇവിടെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരിട്ട് അവർക്ക് ചോദിക്കാം. അപ്പൊ തന്നെ ആ ഡൗട്ടിനുള്ള മറുപടിയും ടീച്ചർ കൊടുക്കുന്നതാണ്. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഡോമിനന്റ് അല്ല. ടീച്ചർക്ക് ഇവിടെ പ്രത്യേക ആധിപത്യമൊന്നുമില്ല. ഓക്കെ, അതായത് ടീച്ചർ ഭയങ്കരമായിട്ട് പവർഫുൾ ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെയുള്ള ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ എല്ലാവർക്കും എന്താണ് തുല്യമായിട്ടുള്ള ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ടീച്ചർ എന്ന് പറയുന്നത് ഡോമിനന്റ് അല്ല. ഓക്കെ, ഇതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റുഡന്റിന്റെ ഇൻവോൾവ്മെന്റും സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷനും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ എല്ലാ സ്കൂളുകളിലും നടന്നു വരുന്ന ഒരു തരം കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത്? ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഫ്രണ്ട്ലി മെത്തേഡ് ആണ് അല്ലെ? എല്ലാ കാര്യങ്ങളും ടീച്ചറോട് നമുക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണത് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ,
Then next one, group based communication. Okay, ഒരാളൊന്ന് റീഡ് ചെയ്യട്ടോ, എന്നിട്ട് വായിക്കൂ. Okay. Group-based communication. When the student work in the small group, when the student do practical work in the science lesson as the team, her communication takes place between the group leader and the teacher among group member. എന്താ മനസ്സിലായത്? അതായത് when student work in the small group, അടിസ്ഥാനമാക്കിയുള്ള ആശയവിനിമയം. When the student do practical work in science lesson team, വിദ്യാർത്ഥിനികൾ ഒരു ചെറിയ സംഘമായി പ്രവർത്തിക്കുന്നു. പിന്നീട് വിദ്യാർത്ഥികൾ ഒരു ശാസ്ത്ര പാഠത്തിൽ പ്രായോഗിക ജോലി ചെയ്യുന്നു. ഇവിടെ ഗ്രൂപ്പ് നേതാവും ഗ്രൂപ്പ് അംഗങ്ങളും തമ്മിൽ ആശയവിനിമയം നടത്തുന്നു. ഓക്കെ, അത്രയാണ് മനസ്സിലായത് അല്ലേ? ഓക്കെ, അതായത് ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ സ്റ്റുഡൻസ് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇവിടെ 29 പേര് അല്ലെങ്കിൽ 28 പേരുണ്ടെങ്കിൽ 27 പേരുണ്ടെന്ന് വിചാരിക്കാം. ആ 27 പേരെയും പല പല ഗ്രൂപ്പുകളായിട്ട് 5 or 6 പേരുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കുവാണ്. ഓക്കെ, അങ്ങനെ ഗ്രൂപ്പുകളാക്കിയതിന് ശേഷം എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു 5 or 6 ആളുകളുള്ള ഒരു ഗ്രൂപ്പുകളാക്കുന്നു. എന്നിട്ട് ഞാൻ എഴുതാനായിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതൽ ഇഷ്ടം? വെറൈറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഡിസ്കസ് ബേസ്ഡ് ആണോ, ലെക്ചർ ബേസ്ഡ് ആണോ, ഗ്രൂപ്പ് ബേസ്ഡ് ആണോ, ടാസ്ക് ബേസ്ഡ് ആണോ എന്ന് എഴുതാനായിട്ട് പറയുന്നു. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അതിനെക്കുറിച്ച് എഴുതുന്നു. അത് എഴുതുക മാത്രമല്ല ചെയ്യുന്നത്, ആ ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും സമർത്ഥമായിട്ടുള്ള ഒരാളെ ഗ്രൂപ്പ് ലീഡർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, ആ ഗ്രൂപ്പ് ലീഡർ ആയിട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം അതായത് കൊടുത്ത വർക്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ആ ഗ്രൂപ്പ് ലീഡറിനെ കൊണ്ട് വായിപ്പിക്കുന്നു. അപ്പോ ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ആ ഗ്രൂപ്പ് ലീഡറും ടീച്ചറും തമ്മിലാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പഠിച്ചു വന്നിരുന്ന ക്ലാസ്സുകളിലൊക്കെ ഈ ഒരു കാര്യം നടന്നിട്ടുണ്ടാവും അല്ലെ? ഒന്ന് ഓർത്തു നോക്കിയേ. ഗ്രൂപ്പുകളായി തിരിച്ചിട്ടില്ലേ? ഇല്ലേ? അതിനകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല മിടുക്കിയായിട്ടുള്ള വിദ്യാർത്ഥിയെ ആയിരിക്കും ടീച്ചർ സെലക്ട് ചെയ്യുക, ആ ഒരു കാര്യം സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അവരായിരിക്കും ആ ഗ്രൂപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആ ഗ്രൂപ്പിലെ മൊത്തം മെമ്പേഴ്സ്, ആ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഈ ഒരു ലീഡർ ആയിരിക്കാം. അപ്പൊ ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ആര് തമ്മിലാണ്? ഈ ഒരു ടീച്ചറും ഗ്രൂപ്പ് ലീഡറും തമ്മിലാണ്. ഓക്കെ, ഇപ്പൊ സയൻസ് ലാബിൽ അല്ലെങ്കിൽ ഒരു സയൻസ് ലെസണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ്, ഓക്കെ, എന്തെങ്കിലും പ്രാക്ടിക്കൽ വർക്കൊക്കെ ചെയ്യുവാണെന്ന് വിചാരിക്കും. ഇപ്പൊ എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ നമുക്കറിയാലോ, സയൻസ് എന്ന് പറഞ്ഞാൽ ധാരാളം എക്സ്പെരിമെന്റ്, പരീക്ഷണങ്ങളൊക്കെ ഉള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ? അപ്പൊ അത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ലീഡർ ഉണ്ടാകും. ആ ഗ്രൂപ്പ് ലീഡർ ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കുട്ടികൾക്ക് പാസ് ചെയ്യും. കുട്ടികളുടേതായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഗ്രൂപ്പ് ലീഡർ ടീച്ചറോട് പറയും. അങ്ങനെ ആ ഒരു ടീച്ചറും ഗ്രൂപ്പ് ലീഡറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ, ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ആരാണ് വായിക്കുക? വായിക്കാം. Task-based communication. It occurs in our seminar or discussion session. വേണ്ട അവിടെ കേട്ടോ. It occurs in a seminar or discussion session. The picking order between teacher and student disappear. Here the group including the teacher is concerned with topic. Pecking order എന്ന് പറഞ്ഞാൽ ഹൈറാർക്കി ആണ്. Pecking order means hierarchy. അധികാര ശ്രേണി എന്നൊക്കെ പറയും. എന്താ മനസ്സിലായത്? ഇത് സെമിനാറിലോ ഇത്തരം ടാസ്ക് കമ്മ്യൂണിക്കേഷൻ സെമിനാറിലോ ചർച്ചയിലോ ആണ് നടത്തപ്പെടുന്നത്. ഇതുമൂലം ടീച്ചറും വിദ്യാർത്ഥികളും തമ്മിലുള്ള അകലം അപ്രത്യക്ഷമാകുന്നു.
ഇത്തരം ഗ്രൂപ്പ് ഇവിടെ അധ്യാപകർ ഇത്തരം വിഷയങ്ങളെ അധ്യാപകർ ഉൾപ്പെടുമ്പോൾ അധ്യാപകർക്ക് ഒരു വിഷയത്തിന് ഒരു കൺസിഡർ കിട്ടുന്നു. ഇത്ര ഇങ്ങനെ മനസ്സിലായി. ഓക്കെ, ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മളിത് കാണപ്പെടുന്നത് ഒരു സെമിനാർ സെഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ സെഷനിലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കാണപ്പെടുക. ദ പെക്കിംഗ് ഓർഡർ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഡിസപ്പിയർ. ഇവിടെ അധികാര ശ്രേണിയൊന്നും കാണാനായിട്ട് സാധിക്കില്ല. അതായത് കുറെ ടീച്ചേഴ്സ് വന്നിരിക്കുന്നു, കുറെ സ്റ്റുഡൻസ് വന്നിരിക്കുന്നു. അവിടെ ആ ഒരു സദസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷൻ വേദിയില് ടീച്ചർക്ക് പ്രത്യേക പവറോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇപ്പൊ നമുക്കറിയാലോ, നമ്മളിപ്പോ ടിവിയില് എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ന്യൂസ് ചാനലിൽ എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ചർച്ചയിൽ പലവിധ ചിലപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കാം, അല്ലെങ്കിൽ എന്താ പറയാ കലാരംഗത്തുള്ള ആളുകൾ പങ്കെടുക്കാം, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ നിന്ന് ആളുകൾ പങ്കെടുക്കാം. അവിടെ എല്ലാവരും തുല്യരാണ്. ആർക്കും എന്തും വേണമെങ്കിൽ വിളിച്ചു പറയാനുള്ള അധികാരമുണ്ട്. അവിടെ ഒരു ഹയറാർക്കി നമുക്ക് കാണാൻ പറ്റില്ല. അവരാണ് മുകളിൽ അല്ലെങ്കിൽ അവരാണ് താഴെ എന്നുള്ള രീതിയിൽ ഒരു അധികാര ശ്രേണിയും അവിടെ ഇല്ല. അപ്പൊ ഇത്തരത്തിൽ സ്കൂൾ ബേസിൽ അല്ലെങ്കിൽ കോളേജ് ബേസിലൊക്കെ പലവിധ സെമിനാറുകളും അല്ലെങ്കിൽ പലവിധ ഡിസ്കഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് അവിടെ ടീച്ചേഴ്സ് ഉണ്ടാവാം, പ്രൊഫസേഴ്സ് ഉണ്ടാകാം, അതുപോലെ സ്റ്റുഡൻസ് ഉണ്ടാകാം, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകാം. ഇവരുടെയൊക്കെ മുമ്പിൽ ഒരു സ്റ്റുഡന്റിന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അവിടെ പ്രത്യേക പവറോ കാര്യങ്ങളോ ഒന്നും തന്നെ ആർക്കും കൊടുത്തിട്ടില്ല. ഒരു സെമിനാർ ആവുമ്പോൾ ധാരാളം ആർഗ്യുമെന്റുകൾ ഉണ്ടാവാം, ധാരാളം വാദങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒരു തുറന്ന വേദിയിൽ, ഒരു സെമിനാർ ഡിസ്കഷൻ വേദിയിൽ ഒരു സ്റ്റുഡന്റ് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് അതാരായിക്കൊള്ളട്ടെ, ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഏത് ടീച്ചർ ആയിക്കോട്ടെ, ഏത് പ്രൊഫസർ ആയിക്കോട്ടെ, അതിന് റിപ്ലൈ കൊടുക്കണം. അല്ലെ, റിപ്ലൈ കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആ സെമിനാറിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ചും കൂടി ഫ്രീ ആണ്. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, നമ്മുടെ ആർഗ്യുമെന്റ് അവിടെ പറയാം, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയാം. അപ്പൊ ആ ഒരു വേദിയാണ് എന്ത്, ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. The next one, minimum or no communication. അതാരാണ് വായിക്കുക? മിനിമം ഫാത്തിമത്ത് മഹജീന വായിച്ചോളൂ. Minimum or no communication. It occurs when the students do alone experiments in the science laboratory. When the students are working out some exercise or assignment on their own, here the teacher's role is to supervise the students or provide some instructions. അതായത് സയൻസ് ലാബില് കുട്ടികൾ തന്നെത്താനെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ അതേപോലെ തന്നെ ഒരു കുട്ടി ഒറ്റയ്ക്ക് അവന്റെ സ്വന്തം വർക്ക്, അസൈൻമെന്റ്സ്, എക്സസൈസ് ഒക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇവിടെ ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത് അവരെ സൂപ്പർവൈസ് ചെയ്യാന്ന് മാത്രമാണ്. കുട്ടികൾക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ അവരെ സൂപ്പർവൈസ് ചെയ്യുക. കുട്ടികളുടെ വർക്കൊക്കെ അവര് സ്വയം തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് ലബോറട്ടറി, സയൻസ് ലാബിലെ കുട്ടിക്ക് ഒറ്റയ്ക്ക് എക്സ്പെരിമെന്റ് ചെയ്യുന്നു. കുട്ടിയെ സൂപ്പർവൈസ് ചെയ്യുക മാത്രമാണ് ടീച്ചറിന്റെ ജോലി എന്ന് പറയുന്നത്, അല്ലെ? വേറെ ഒരു തരം കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല. അതാണ് മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ. എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വളരെ മിനിമൽ ആയിട്ടാണ്. ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങളിൽ എല്ലാവരും തന്നെ PSC എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എഴുതിയിട്ടുണ്ടോ? അവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഏത് തരം കമ്മ്യൂണിക്കേഷനാ? മിനിമം കമ്മ്യൂണിക്കേഷൻ അല്ലെ? അതായത് അവര് ഇൻവിജിലേറ്റർ ആയിട്ട് ഒരാൾ വരുന്നു, എക്സാം തുടങ്ങുന്നതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ അവരെന്ത് ചെയ്യും, നമ്മൾക്ക് വേണ്ടിയിട്ട് അരമണിക്കൂറൊന്നുമില്ല, തുടങ്ങുന്ന സമയത്ത് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അവർ തരും. ഒരു 5 മിനിറ്റ് അവർക്ക് സംസാരിക്കും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ആൻസർ ഷീറ്റ് ഇങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത്, തെറ്റിക്കഴിഞ്ഞാൽ മാറ്റി തരില്ല, പിന്നെ ഡിജിറ്റ് നമ്പർ വളരെ ശ്രദ്ധിച്ചു വേണം എഴുതാൻ, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് തരും. ടൈം ആവുമ്പോൾ അവർ ക്വസ്റ്റ്യൻ പേപ്പറും തരും. പിന്നെ അവർ മിണ്ടില്ല,
അല്ലെ? എക്സാം കഴിയുന്ന സമയത്ത് ആൻസർ പേപ്പർ തരാനായിട്ട് പറയും. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത് മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ജസ്റ്റ് അവര് സൂപ്പർവൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ വന്ന് നിൽക്കുന്നു, വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ആ ഒരു ക്ലാസ് റൂമില് നടക്കുന്നില്ല. അതുപോലെ തന്നെയാണ് സയൻസ് ലാബിൽ. ഓക്കെ, ദാറ്റ് ഈസ് മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആണോ? BA സെക്കൻഡ് ഇയറിന്റെ എക്സാമിന് ഇതുപോലെയായിരുന്നു അല്ലെ? എക്സാം ഒക്കെ സമയത്ത് ഇത് തന്നെയാണ് ഉണ്ടാവുക. എല്ലാ എക്സാമും ഇപ്പൊ ബോർഡ് എക്സാം ഒക്കെ നടക്കുമ്പോ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നോക്കി അല്ലെ? അപ്പോ ഞാനൊരു 5 മിനിറ്റ് സമയം തരാം. ഇതിനകത്ത് ഏത് തരം കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ എഴുതണം. എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. ഓക്കെ, എല്ലാവരും റെഡി ആണോ? നിങ്ങൾക്ക് ഞാൻ തന്നു വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതില്ല. 2 പേര് മാത്രമേ വായിച്ചുള്ളൂ ഈ ക്ലാസ്സിൽ. അതത്ര നല്ല രീതിയല്ല. അതുകൊണ്ട് 5 മിനിറ്റ് സമയം തരാം, എഴുതുക കേട്ടോ. മാം പറഞ്ഞ അത് ഞാൻ ക്ലാസ്സിലുണ്ടല്ലോ, ഞാൻ ടീച്ചിങ് പ്രാക്ടീഷന് പോയേക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഞാൻ നെക്സ്റ്റ് ക്ലാസ് പ്രസന്റ് ചെയ്തോളാം. നെക്സ്റ്റ് ക്ലാസ് ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ എഴുതണോ? ഇംഗ്ലീഷിൽ എഴുതുന്നതാണ് നല്ലത്. കുറച്ചും കൂടി നല്ലത് അതാണ്. ഇംഗ്ലീഷിൽ എഴുതുന്നതാണ് നല്ലത് കേട്ടോ. കുറച്ചല്ലേ ഉള്ളൂ. ഓക്കെ മാം. ഓക്കെ മാം, ഞാനും ടീച്ചിങ് പ്രാക്ടീസിന് പോയിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഇത് കേൾക്കാഞ്ഞത്. കുഴപ്പമില്ല. ടീച്ചിങ് പ്രാക്ടീസിന് പോയവരൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു കേട്ടോ, സാരില്ല. ഇപ്പൊ ഇത് എഴുതും. ഒരു 5 മിനിറ്റ് ടൈം തരാം കേട്ടോ. 5 മിനിറ്റ് മതിയോ എഴുതാനായിട്ട്? 5 മിനിറ്റിനുള്ളിൽ എഴുതി നോക്കൂ.
ജെറുഷ വർഗീസ് എഴുതിയോ? Yes, ma'am. ഓക്കെ, റീഡ് ചെയ്യാമോ? Okay, ma'am. ഉം. Ma'am, I read. എന്താ? Ma'am, ഞാൻ read ചെയ്തിട്ടേനു. ചെയ്തോളൂ, റീഡ് ചെയ്തോളൂ. Okay, ma'am. Okay, ma'am. I prefer group-based communication because it helps me share my thoughts and listen to others. It improves my confidence and teaches me how to work as a team. I also learn new ideas and different opinions from my group members. Group communication makes learning more fun and active. That's why I like it. ഓക്കെ, എല്ലാവരും കേട്ടോ ജെറുഷ വായിച്ചത്? എഴുതിയവരുണ്ടെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ഞാൻ വായിക്കട്ടെ ഞാൻ മിസ്സേ? എഴുതിയിട്ടുണ്ട് മാം. ഓക്കെ ഓക്കെ, അഖില വായിച്ചോളൂ. ഓക്കെ. I like discuss-based communication because you can ask the teacher more questions and understand more. The answers to someone's doubt can be useful for us too. ഇത്രേ ഉള്ളൂ മാം. ഓക്കെ, രേഷ്മ. ഞാൻ എഴുതി. The communication I like the most is discuss-based communication because it's a healthy communication in my opinion. This method, the communication of the connection of teacher and student better than other communication. The way help to child to understand the lesson more easy. The way of method helps the teacher to know the children. അത്രയേ ഉള്ളൂ മാം. ഓക്കെ ഓക്കെ, ഞാൻ വായിക്കാം. വായിച്ചോ. I prefer task-based communication because they give chance for students to improve their communication skill and their thinking ability. They express and ask the questions for their minds, and they improve their own opinions and stand by own opinions. ഓക്കെ, വെരി ഗുഡ്. ഞാൻ വായിക്കട്ടെ മാം. വായിച്ചോ. All type of communications are good, but I like group communication because it knows everyone's opinion. It can help to learn and include others' knowledge. Also, group communication help students understand to know each other. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഞാൻ വായിക്കാം മാം. ആ. I prefer discuss-based communication because there is a teacher who solves all our doubts and confusions. At the same time, she is so friendly. There is no chance of noise and misuse of class time. And these types of communication is very healthy and we will get the correct information. There is no chance of wrong understanding. ഓക്കെ, മിസ് ഞാൻ വായിക്കട്ടെ. വായിച്ചോ. I always prefer on discuss-based communication since I love to question and receive different answers from everyone and to hear their point of view. Through this method, teachers can also grow by facing the questions asked by children. The participation is alive from both sides. ഓക്കെ, ഇനി ആരാ? ഞാൻ പറയട്ടെ ടീച്ചർ. സൽമ പറഞ്ഞോ. I prefer to the discuss-based communication because clearly and efficiency it get a point across quickly and the clear, avoiding and misunderstanding. Understanding of topic, making the fields more information and clear the doubts and confusions. ഓക്കെ, ഞാൻ വായിക്കട്ടെ മിസ്. വായിച്ചോ. I like communication. Lecture-based communication is a teaching method where the
Teacher is the primary communicator and the students listen and absorb the information. This method involves the teacher intro- introducing lesson, explaining or demonstrating skills, lecturing on them, and lesson. It is characterized as a one-way communication process with minimal interaction. കഴിഞ്ഞു. മാം ഞാൻ വായിക്കട്ടെ. ആ അയച്ചു. I prefer discuss-based communication because they share ideas through conversation and dialogues that increase ideas and thoughts. This communication helps listening and understanding others, accept everyone's ideas and viewpoints. ഓക്കെ മാം ഞാൻ വായിച്ചോട്ടെ. എന്താ വായിച്ചു? I like discuss-based communication because here both teachers and students can participate in the class together. Students' doubts can be cleared immediately. Children will really enjoy and be able to learn effectively. So this type of communication more suitable for classrooms. Okay, ma'am. Okay. Then ഇനി ആരാണ്? ഞാൻ പറയട്ടെ മാം. ആര്യ. I prefer to group decision. A group decision is structured conversation among a small group individual topically 6 to 15 minutes only preservative and who gather on a specific topic or issue. It is commonly academic setting, cooperative environment and respect process of individual skill. Okay. ഞാൻ പറയാം. ഞാൻ പറയാം മാം. സുരമ്യ പറയും. Okay, ma'am. I prefer the discuss-based communication because here the communication teacher and the children are working together. It is a healthy communication. Children increase their knowledge by asking questions about the topic. The teacher explains it to them. It is a two-way communication. Okay. Fatimata Majina. I prefer discuss-based communication because it's a two-way communication, not a teacher-centered. So here teacher and students equally participate in their classroom. In this type of communication, students can clear their doubt on time and it will never bother the children. Also, teacher can understand the children. Okay. Then ഇനി ആരാണ്? ഞാൻ വായിക്കാം. I prefer the group-based communication. It is very helpful. Teacher and students are very closely. Here the communication is very developed. Creativity and thinking is also developed in all. Okay. റീച്ച പങ്കജ്. റീച്ച. ഓക്കെ മാം, ഞാൻ എഴുതിയിട്ടില്ല, ബട്ട് ഞാൻ പറയാം. I would like to select group-based communication because I think students have a little bit of fear about to talk to the teachers. They did not have self-confidence to talk to teachers. If we include in a group, we can convey our ideas or thought, imagination through all the group. So if it like to have a group leader, he can or she can select the ideas or summarize the ideas. Then we can got a clear image about the idea. Then we can talk to a good presentation in a teacher. So it have no error or it have no mistake. We can convey everyone's ideas to the teachers. So it will help to summarize our ideas or time consuming or also have everyone's opinion. So I would like to select the group based communication. Then next one. ഇനി ആരെങ്കിലും ഉണ്ടോ? മാം ഞാൻ പറയാം. I prefer to group communication because
teamwork, sharing of ideas, increased creativity, and reduced tension and stress. That's all. ഓക്കെ. ഞാൻ പറയാ ആ. I like the discuss based communication because there is a freedom for students to express their opinion. That's it, ma'am. മാം ഞാൻ പറയാം. ആ. I prefer discuss-based communication. This type communications benefits students in several ways. It help their thinking skill, activity, practice, participation, help them development solving abilities. Students also improve their communication skill. Then എല്ലാവരും തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ, നല്ല കാര്യം. അപ്പൊ നിങ്ങൾ ഇത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ലേ എഴുതാൻ പറ്റും എന്ന്? അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ എഴുതി കഴിയുമ്പോൾ? അതാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് ആക്ച്വലി ഓഫ് 3 ടൈപ്സ്. അതായത് പല വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ കണ്ടു അല്ലെ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ കണ്ടു, വെറൈറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ടു. ഇനി 3 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് വൺ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. തേർഡ് വൺ മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. ആദ്യം ആ പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷനും ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷനും ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ആ പേജ് ഒന്ന് റീഡ് ചെയ്യുക, മൈൻഡിൽ റീഡ് ചെയ്താൽ മതി. അയച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. മിസ് ഇച്ചിരി കൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലോട്ടാക്കാവോ PDF? ഓക്കെ ഓക്കെ, മതിയോ? ആ മതി മിസ്.
ഓക്കെ. എല്ലാരും റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ. ഫസ്റ്റ് വൺ, പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് റീജ പങ്കജ് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പേഴ്സണൽ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മളിപ്പം ഒരാൾക്ക് ഒരു പേഴ്സണലായിട്ട് ഒരു കത്ത് അയക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം വിളിച്ചിട്ട് നമ്മളൊരു ഫോൺ കോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയോട് മാത്രമായിട്ട് സംസാരിക്കുന്നത് പേഴ്സണൽ ഇൻഡിവിജ്വൽ. അതായത് മറ്റുള്ള ആൾക്കാരെ ഉൾപ്പെടുത്താതെ രണ്ട് വ്യക്തികൾ മാത്രം സംസാരിക്കുന്നത് പേഴ്സണൽ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മള് എന്താ പറയാ, പേഴ്സൺ ടു പേഴ്സൺ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുവാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുവാണെങ്കിൽ അതിനെ നമുക്ക് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. ഓക്കെ. ഇപ്പൊ റിജ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഇപ്പൊ ഞാൻ ഒരു വ്യക്തിക്ക് ഞാൻ റീജയ്ക്ക് ഇപ്പൊ ഒരു കത്തയക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ റീജയെ ടെലിഫോണിൽ വിളിച്ച് സംസാരിക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ മെസ്സേജുകൾ പേഴ്സണലായിട്ട് അയക്കുവാണെങ്കിലോ, അതൊക്കെ നമുക്ക് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഓക്കെ. രണ്ട് വ്യക്തികളാണ് ഉണ്ടാവുക. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നേ? ഒന്ന് ഓർത്തെടുക്കാൻ നോക്കി. ആരൊക്കെയാ ഉണ്ടായിരുന്നേ? സെൻഡർ, പിന്നെ ചാനൽ ഫീഡ്ബാക്ക്, റിസീവർ, ചാനൽ ഫീഡ്ബാക്ക്, സെൻഡർ, റിസീവർ. മെയിൻ ആയിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ സെൻഡറും റിസീവറും ആണ് വേണ്ടത് അല്ലേ? ഇവിടെ അത് തന്നെയാണ്. പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു സെൻഡറും ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു റിസീവറും ഉണ്ടാകും. ദാറ്റ് ഈസ് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ ആണോ? അതെ അല്ലേ? ഓക്കെ. നമ്മൾ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ടോ? എല്ലാ ദിവസവും നമ്മൾ നടത്താറില്ലേ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? പിന്നെ ഉണ്ട്. ഉണ്ടല്ലേ? ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു തരം കമ്മ്യൂണിക്കേഷൻ ആണെന്ത്? പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അത് കുറച്ച് അധികം മനസ്സിലാക്കാനുണ്ട്, അതുകൊണ്ട് ഇന്ന് നമ്മളത് പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, നിങ്ങളോട് ആക്ഷൻ സോങ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആക്ഷൻ സോങ് ഇല്ല മാം, പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഒരു ആക്ഷൻ സോങ് ചെയ്യാവോ? അടുത്ത ക്ലാസ്സിൽ തുടങ്ങിയിട്ട് ആക്ഷൻ സോങ്, സ്റ്റോറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരിക കേട്ടോ. ഓക്കെ. നമ്മള് ക്ലാസ് മാത്രമായിട്ട് മുൻപോട്ട് പോവരുത്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം. അപ്പൊ ആരെങ്കിലും ഒരാളൊന്ന് പാടാവോ? ആക്ഷൻ സോങ് ചെയ്യാവോ? ചെയ്യായിരുന്നു മാം, പക്ഷെ നൈറ്റ് ഇട്ടോണ്ട് വെക്കുന്ന അതുകൊണ്ടാ. ഇല്ല, പറഞ്ഞാൽ ഓഡിയോ ആയിട്ട് പറഞ്ഞാൽ മതി, വീഡിയോ കാണിക്കണമെന്നില്ല. ഓക്കെ മാം. വാട്ടർമെലൺ, വാട്ടർമെലൺ, പൈനാപ്പിൾസ്, പൈനാപ്പിൾസ്, banana, banana, fruits are land, fruits are land. ഓക്കെ, നന്നായിരുന്നു. അത് കുറച്ചും കൂടി വീഡിയോ ആയിട്ട് കണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഞാനും ഒരെണ്ണം ചെയ്യാം മാം. പക്ഷെ സുരമ്യ പറഞ്ഞ പോലെ ഞാനും നൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ഓഡിയോ ആയിട്ട് ചെയ്യാം. This is big, big, big. This is small, small, small. This is tall, tall, tall. This is short, short, short. This is fast, fast, fast. This is slow, slow, slow. This is yes, yes, yes. This is no, no, no. Thank you. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും ചെയ്തത്. ഓക്കെ, ചെയ്തോളൂ. Five finger, clap, clap, clap. Four finger, butterfly. Three finger, okay, okay. Two finger, peace, peace, peace. One finger on your lips. Shh.
നന്നായിട്ടുണ്ട് കേട്ടോ ഐശ്വര്യ. താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി, പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചു നേരം നമുക്ക് ആക്ഷൻ സോങ്, സ്റ്റോറി, അതുപോലെ തന്നെ പ്രോവർബുകൾ, ഇതിനൊക്കെ കുറിച്ച് കുറച്ചു നേരം മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ചരിത്ര സ്മാരകങ്ങളൊക്കെ ഇല്ലേ, താജ്മഹലിനെ കുറിച്ച് പറയാം, കുത്തബ് മിനാറിനെ കുറിച്ച് പറയാം, ഈഫൽ ടവറിനെ കുറിച്ച് പറയാം, അതുപോലെ തന്നെ ചൈന വൻമതിലിനെ കുറിച്ച് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പേഴ്സൺസ്, നമ്മുടെ ലോകത്തിൽ തന്നെ വളരെ എന്താ പറയാ മോട്ടിവേഷൻ നമുക്ക് തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടാവും അല്ലെ, അവരെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ ക്ലാസ് കൊണ്ടുപോവാം. ജെറുഷ മാം, ഞാൻ താജ്മഹലിനെ കുറിച്ച് പറയാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ. മാം തന്നെ ആരെങ്കിലും 3 ആൾക്കാരുടെ പേര് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സുരമ്യ ചെയ്യൂ ഒരാള്. സുരമ്യ എന്താ മാം ചെയ്യണ്ടേ? അത് എല്ലാം ചെയ്യണോ? അത് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും. 3 പേരുടെ പേര് ഞാൻ പറയാം, നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യൂ. ഏതെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി. സുരമ്യ ചെയ്യാ, പിന്നെ ആര്യ ചെയ്യാ, അതുപോലെ തന്നെ എന്താണ് ടീച്ചിങ് പ്രാക്ടീസിന് പോകും. ഓക്കെ, അപ്പൊ സുരമ്യ ചെയ്യാ. പിന്നെ ആരാണുള്ളത്? റീജ ചെയ്യാമോ? റീജ പങ്കജ്. ഓക്കെ മാം. ആക്ഷൻ സോങ് കഴിഞ്ഞിരിക്കുക, വേറെ എന്തെങ്കിലും ലളിതമായ സാധനങ്ങൾ ചെയ്യാം. ഓക്കെ, പിന്നെ റഷീദ് ചെയ്യാ. റഷീദ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ 3 പേരും അടുത്ത ക്ലാസ്സിൽ ചെയ്തുകൊണ്ട് വരിക. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ വേറെ ആളുകൾക്കും ചെയ്യാം കേട്ടോ, യാതൊരു കുഴപ്പമില്ല. ഓക്കെ, ജെറുഷ, താജ്മഹലിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം അല്ലെ? സൈൻ ഔട്ട് ആരാ ചെയ്യുന്നേ? ഞാൻ പറയാം മാം. ഓക്കെ, പ്രിപ്പയർ ചെയ്തിട്ടില്ല മാം, ആരും പറയാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറി പറയുന്നതാണ്. അതുകൊണ്ട് മലയാളത്തിൽ പറയാം. ഇന്ന് നമുക്ക് അശ്വതി മാമിന്റെ ക്ലാസ് ആയിരുന്നു. കമ്മ്യൂണിക്കേഷന്റെ ലെസൺസ് ആണ് പഠിപ്പിച്ചത്. നല്ല ക്ലാസ് ആയിരുന്നു. അതുകൂടാതെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതാണ് ഇഷ്ടപ്പെടുന്നത്, അത് അതിനെക്കുറിച്ച് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആക്ഷൻ സോങ് അവതരിപ്പിച്ചു 2 പേരെയും കൊണ്ട്. ഓക്കെ മാം, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.